ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു പാവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു തവണ നിങ്ങൾ പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കി നോക്കൂ, പിന്നെ നിങ്ങളുടെ ഫേവറേറ്റ് ആയിട്ട് ഇത് മാറും. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓളും മറക്കാതെ ഒന്ന് പ്രസ് കൂടി ചെയ്തേക്കണേ. എന്നാൽ ശരി, നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് വേഗം ഒന്ന് കണ്ടു നോക്കാം. നമ്മുടെ ഈ പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കാനായിട്ട് ഞാനിപ്പോൾ ഇതുപോലെ 350 ഗ്രാം അളവിൽ പാവയ്ക്ക എടുത്തിട്ടുണ്ട്. ഒരുപാട് വലിയ പാവയ്ക്കല്ല എടുത്തിട്ടുള്ളത്, ഇച്ചിരി ചെറിയ പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഓരോ പാവയ്ക്കയും ഇതുപോലെ അതിൻ്റെ പുറം ഭാഗം ചെറുതായിട്ടൊരു പീലർ വെച്ച് ഒന്ന് അരിഞ്ഞു മാറ്റിയിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുമ്പോഴത്തേക്കും നമ്മുടെ ആ മസാല കൂട്ടെല്ലാം കംപ്ലീറ്റ് ആയിട്ട് ഈ പാവയ്ക്കയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതുപോലെ ഈ ഒരു രീതിയിൽ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഇതുപോലെ ഈ ഒരു കനത്തിൽ ഞാനിപ്പോൾ നമ്മുടെ പാവയ്ക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരുപാട് കനം കുറച്ചിട്ട് അരിയേണ്ട, തീരെ കനം കൂട്ടി അരിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതുപോലെ എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഒരു കടായി ഞാനിപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുന്ന സമയം അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ അളവിൽ കടലപ്പരിപ്പ് എടുത്തിട്ടുണ്ട്, അത് ചേർക്കുകയാണ്. കൂടെ 1 ടേബിൾ സ്പൂൺ അളവിൽ മുഴുവൻ ഉഴുന്നും കൂടി അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് മുഴുവൻ മല്ലിയാണ്. 1 ടീസ്പൂൺ അളവിൽ മാത്രം മതിയാവും. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ മുഴുവൻ പെരിഞ്ചീരകം കൂടി. ഇതിനോടൊപ്പം തന്നെ പിന്നെ നമുക്ക് വേണ്ടത് നമ്മുടെ എരിവിന് ആവശ്യമായിട്ടുള്ള വറ്റൽമുളകും കൂടിയാണ്. ഞാനിപ്പോൾ എരിവുള്ള വറ്റൽമുളകും ഇല്ലാത്തതും കൂടി ചേർത്തിട്ട് ഏകദേശം ഒരു 7 എടുത്തിട്ടുണ്ട്, അതുകൂടി ചേർക്കുകയാണ്. ഇത് ഇത്രയും ചേർത്തിട്ട് നല്ല രീതിക്ക് നമുക്കൊന്ന് വറുത്തെടുക്കാവുന്നതാണ്. നമ്മുടെ കടലപ്പരിപ്പും ഉഴുന്നിൻ്റെയൊക്കെ കളറൊക്കെ ഒന്ന് ലൈറ്റായിട്ട് മാറി വരട്ടെ. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഈ ഒരു രീതിക്ക് ഒരു അല്പസമയം ഒന്ന് വറുത്ത് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മുടെ കടലപ്പരിപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ടൊരു ബ്രൗൺ കളറിലേക്ക് മാറും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു 10 വെളുത്തുള്ളി അല്ലി എടുത്തിട്ടുണ്ട്. അത് തോടോടുകൂടി തന്നെ നമുക്കിതിലേക്ക് ചേർക്കാവുന്നതാണ്. കൂടെ വേണ്ടത് കുറച്ച് കറിവേപ്പിലയും കൂടിയാണ്. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ചെറിയൊരു നെല്ലിക്ക വലുപ്പത്തിന് പുളി എടുത്തിട്ടുണ്ട്, ആ പുളിയും കൂടി ഇതിലേക്ക് ചേർക്കാം. ഇത്രയും ചേർത്തിട്ട് ചെറിയ രീതിയിൽ നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. നമ്മുടെ വെളുത്തുള്ളി അല്ലിയും കറിവേപ്പിലയൊക്കെ ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാവും. ഒരുപാട് സമയത്ത് പിന്നെ വറുക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് നമ്മുടെ മസാലക്കൂട്ട് ഞാൻ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അതേ കടായിലേക്ക് തന്നെ നമുക്ക് കുറച്ചും കൂടി എണ്ണ ചേർത്ത് കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1/2 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർക്കുകയാണ്. രണ്ടും കൂടി നല്ലതുപോലെ തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ മഞ്ഞൾപ്പൊടിയും ഉപ്പും എല്ലാം ഒന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ വേണ്ടത് നമ്മളിതാ അരിഞ്ഞ് മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ പാവയ്ക്ക ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. പാവയ്ക്ക ചേർത്ത് കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നല്ല രീതിക്ക് തന്നെ നമുക്കൊന്ന് വറുത്തെടുക്കാം. ഏകദേശം ഒരു 6-7 മിനിറ്റ് വരെയെങ്കിലും നമ്മൾ നന്നായിട്ടൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ പാവയ്ക്കയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങും. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വറുത്തെടുക്കേണ്ടതായിട്ടുണ്ട്. എണ്ണ എങ്ങാനും കുറവാണെന്നുണ്ടെങ്കിൽ ഒരല്പം കൂടെ എക്സ്ട്രാ എണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇതുപോലെ ഒന്ന് വറുത്ത് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 3-4 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എണ്ണയിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ പാവയ്ക്കയിലേക്ക് നന്നായിട്ട് തന്നെ ഉപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതുപോലെ തന്നെ കൈയെടുക്കാതെ നമ്മളൊന്ന് ഇളക്കി കൊടുത്തേക്കണം കേട്ടോ. ഇതിപ്പോൾ ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. അത്രയും സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ പാവയ്ക്കയുടെ കളറൊക്കെ നല്ലതുപോലെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിൽ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് 10 ചെറിയുള്ളി ഇതുപോലെ 2ആയിട്ടൊന്ന് അരിഞ്ഞു വെച്ചിരിക്കുകയാണ്. ആ ചെറിയുള്ളി നമുക്ക് ഈ ഒരു സമയം ചേർക്കാം. ചെറിയുള്ളിയും ചേർത്തിട്ട് വീണ്ടും നല്ല രീതിക്ക് എല്ലാം കൂടി ഒന്നുകൂടി വറുത്ത് കൊടുക്കാവുന്നതാണ്. നമ്മുടെ ഈ ചെറിയുള്ളിയും ചേർത്ത് കൊടുത്തിട്ട് ഏകദേശം ഒരു 2 മിനിറ്റ് കൂടി ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എണ്ണയിൽ കിടന്ന് നന്നായിട്ട് തന്നെ നമ്മുടെ പാവയ്ക്കെല്ലാം ഒന്ന് മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ പൊടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന മസാലക്കൂട്ട് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. മസാലക്കൂട്ടും ചേർത്തിട്ട് നല്ല രീതിക്ക് തന്നെ വീണ്ടും ഇതെല്ലാം കൂടി ഒന്ന് വറുത്ത് കൊടുക്കാം. മസാലക്കൂട്ട് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഫ്ലെയിം ഒന്ന് മീഡിയത്തിനും ലോക്കും ഇടയിൽ വെച്ചിരുന്നാൽ മതിയാവും. നമ്മുടെ മസാല എല്ലാം നന്നായിട്ട് തന്നെ ഒന്ന് വറുത്തെടുത്തിട്ടുള്ളതാണ്. അതിൻ്റെ പേരിൽ ഒരുപാട് സമയത്ത് നമ്മളിത് വറുക്കേണ്ട ആവശ്യമില്ല. എന്നാലും ഒരു 2-3 മിനിറ്റ് കൂടി നമ്മളൊന്ന് വറുത്ത് കൊടുക്കണം കേട്ടോ. നല്ല ചൂട് ചോറിൻ്റെ കൂടെ നല്ല സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ നമ്മുടെ ഈ പാവയ്ക്ക ഫ്രൈ. നമ്മളിതിൽ ഒട്ടും തന്നെ വെള്ളമൊന്നും ചേർക്കാതെയാണ് ഈ പാവയ്ക്ക ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത്. ഏകദേശം ഒരാഴ്ച വരെ നമുക്കിത് ഫ്രിഡ്ജിൽ കേടാകാതെ സൂക്ഷിക്കാൻ പറ്റുന്നതാണ്.
ഇനി ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ല രീതിക്ക് ഇതെല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ചൂട് ചോറും ഇതുപോലൊരു പാവയ്ക്ക ഫ്രൈയും ഒരല്പം തൈരും കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയാനുമില്ല. അപ്പോൾ ഉറപ്പായിട്ട് ഇതുപോലൊരു പാവയ്ക്ക ഫ്രൈ നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എനിക്കൊന്ന് മറക്കാതെ അറിയിച്ചേക്കണം കേട്ടോ. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്ക് കാണുമ്പോഴായിരിക്കും അത് മറ്റുള്ളവർക്കും തയ്യാറാക്കി നോക്കണം എന്നുള്ളൊരു പ്രചോദനം ഉണ്ടാകുന്നത്. എത്ര രുചികരമായിട്ടും എളുപ്പത്തിലാണല്ലേ നമ്മൾ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലുള്ള റെസിപ്പിക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഷമീസ് കിച്ചൻ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്. ടാറ്റാ.